ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊക്കെ അറിയുന്ന സംഭവം തന്നെയാണ്. ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന 2 ഫീച്ചറുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും മൊബൈലിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ട് ഉപകാരമില്ല എന്നല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. വോയിസിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ ഇതല്ല നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തന്നെ നമുക്ക് ഇവിടെ ഗൂഗിൾ ക്രോമിലൂടെ എടുക്കാൻ സാധിക്കും. ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, എന്നിട്ട് സെർച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും മുകളിൽ ഇത് ആപ്ലിക്കേഷനാണ്, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് തന്നെയാണ്. നമുക്ക് കുറച്ച് താഴേക്ക് വരുന്നത് ഇവിടെ കണ്ടോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഫീച്ചർ കാണിച്ചു തരാം. ഇവിടെ ബ്രൗസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഗാലറിയിലുള്ള ഒരു പിക്ചർ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഈ പിക്ചറിൽ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഏതിൽ നിന്നും ഏതിലേക്കാണ് നമുക്കിത് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇംഗ്ലീഷ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മലയാളം എവിടെയാണുള്ളത് നോക്കാം. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. മലയാളം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത പിക്ചറിലുള്ള എല്ലാ കാര്യങ്ങളും മലയാളത്തിലേക്ക് വന്നു. ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് കംപ്ലീറ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. ഇവിടെ ഡൗൺലോഡിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അത് ഗാലറിയിലേക്ക് ഡൗൺലോഡായി കഴിഞ്ഞു. നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഈ ഒരു പിക്ചറാണ് ഞാൻ അതിലേക്ക് കൊടുത്തത്. അത് നമുക്ക് ഈ ഒരു രൂപത്തിൽ ഏത് പിക്ചർ ആണെങ്കിലും, ഏത് ലാംഗ്വേജിലുള്ള പിക്ചർ ആണെങ്കിലും അതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനിലൂടെ, അതായത് ഈ ഒരു ട്രാൻസ്ലേറ്ററിലൂടെ നമുക്ക് സാധിക്കും. ഇനി അതിന് പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ആ ഒരു ബ്രൗസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് PDF ഇതിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ ഏത് ഭാഗത്താണ് ഉള്ളത് അത് സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് PDF കാണാൻ സാധിക്കും. ഇനി കാണുന്നില്ലെങ്കിൽ ഇവിടെ ടാബുകളുണ്ട്. അതിൽ ഡോക്യുമെൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഒരുപാട് PDF ഉണ്ടെങ്കിൽ അതിലേതാണ് നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ ഒരു ബാങ്കിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഓക്കെ, ഇതൊരു PDF ആണ്, കാനറ ബാങ്കിലെ ഒരു PDF ആണ്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്തു. ഇവിടെ സെലക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഉടനെ അത് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ആ ഫയൽ ഇവിടെ വന്നു. ഓക്കെ, ഇനി ലാംഗ്വേജ് നിങ്ങൾ ഏത് ലാംഗ്വേജിലേക്കാണ് മാറ്റേണ്ടത് എന്ന് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ മലയാളം തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മലയാളം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്കുക മലയാളം തന്നെ ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ സെക്കൻഡുകൾ കൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ട്രാൻസ്ലേഷൻ എന്ന ഭാഗം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഡൗൺലോഡായി കഴിഞ്ഞു. ഓപ്പൺ കൊടുക്കാം. ഇവിടെ നമുക്ക് ഗാലറിയിൽ ഉണ്ടാകും കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ ഏത് ലാംഗ്വേജാണ് സെലക്ട് ചെയ്തത് ആ ലാംഗ്വേജിലേക്ക് ഈ ഒരു PDF മാറി കഴിഞ്ഞു. കാനറ ബാങ്കിൻ്റെ തന്നെ സംഭവമാണ്. എല്ലാ കാര്യങ്ങളും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ട്രാൻസ്ലേറ്ററിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൽപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ ഉപകാരപ്പെടാതിരിക്കില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.